ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധി ചന്ദ്രയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവുമായിട്ട് പോകുന്ന സമയത്ത് അഞ്ച് തന്നെ കിട്ടുകയില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അഞ്ച് തന്നെ കിട്ടും, നീ വേഗം പോകാൻ പറഞ്ഞിട്ട് ചന്ദ്ര ധൃതി കൂട്ടുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഒരു നിമിഷം നിന്നെ എന്തഞ്ച് കിട്ടുമോ എന്ന് നീ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്ര പറയുകയാണ്, എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ സുധിയുടെ ഷോറൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്യാഷ് 5 മണിക്ക് തന്നെ കിട്ടില്ലേ എന്നാണ് അവൻ ചോദിച്ചത് എന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് സുധിയും അത് ശരിയാണെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കണക്കിന് സുധീനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുകയാണ് കേട്ടോ. അതിനുശേഷം രേവതിയുടെ കൈകളിലേക്കായിട്ട് ദാ നിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കൊടുത്തതിന് ശേഷം അകത്തേക്ക് കയറി പോവാണ്. രവി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി ആകട്ടെ ഇതെല്ലാം തന്നെ സംശയത്തോടുകൂടി തന്നെ നോക്കി കാണുകയാണ്. അവിടെ നിന്ന് സുധി നേരെ ചെല്ലുന്ന സ്വർണ്ണക്കടയിലേക്കാണ്. സ്വർണ്ണക്കടയിൽ ചെന്നതിന് ശേഷം ഈ ഓർണമെന്റ്സ് കാണിക്കാനായിട്ട് എടുത്തു വെക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും വന്ന് ഇന്നെന്താ കൊണ്ടുവന്നിരിക്കുന്ന ചുരിദാറാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല സാർ, സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് സാർ, ഇത് വെച്ചതിന് ശേഷം എനിക്കൊരു 5 ലക്ഷം രൂപ തരണമെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്കായിട്ട് സ്വർണ്ണം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇദ്ദേഹം സ്വർണ്ണം നോക്കുന്ന കാണുമ്പോൾ സുധി പറയുന്നുണ്ട്, സാർ ഇത് ഒറിജിനൽ സ്വർണ്ണം തന്നെ സാർ, ധൈര്യമായിട്ട് വെച്ചോളം പറയുന്നുണ്ട്. എന്നാൽ സ്വർണ്ണം പണയം വെക്കാൻ തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ സുധി സ്വർണ്ണങ്ങളെല്ലാം തന്നെ നിരത്തി വെച്ചതിന് ശേഷം ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് സ്വർണ്ണങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്കായിട്ട് കൊടുക്കുന്നത്. ഇത് തൂക്കിയതിന് ശേഷം ഇദ്ദേഹം പറയുകയാണ്, എന്തായാലും 5 ലക്ഷം രൂപ തികച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല, കൂടിപ്പോയ 4 ലക്ഷം അതിൻ്റെ മുകളിലേക്ക് കിട്ടാൻ യാതൊരു സാധ്യത, അതല്ലാതാണ് നിങ്ങളിത് വിൽക്കണമെന്ന് പറയുമ്പോഴത്തേക്കും സുധി ഒരു നിമിഷം ചിന്തിക്കണം. അതിനുശേഷം വിറ്റ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഇദ്ദേഹം പറയുകയാണ്. അങ്ങനെ സുധി ആ ഒരു സ്വർണം പണയം വെക്കുന്നതിന് പകരമായിട്ട് വിൽക്കാമെന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതി ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എങ്ങനെ രേവതി ചേച്ചി ഇത്ര നന്നായിട്ട് ഭക്ഷണം വെക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നല്ല മനസ്സുള്ളവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, അത് ഔഷധത്തിന് ഗുണമായിരിക്കുമെന്ന് രവി പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ സച്ചി പറയണം, ഓഹോ അപ്പോൾ രേവതി ഉണ്ടാക്കിയത് ഔഷധത്തിന് ഗുണമാണെങ്കിൽ രേവതി ഡോക്ടറാണല്ലേ അച്ഛ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതേ അവൾ ഡോക്ടറാണ്, നീ ഒരു കാര്യം ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡോക്ടർ രേവതി എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കളിയാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചി വേഗം പറയുകയാണ്, എന്തായാലും രേവതി വന്നതിന് ശേഷമാണ് നല്ല ഫുഡ് കഴിച്ചു തുടങ്ങിയത്, രേവതിയും അച്ഛമ്മയും ഉണ്ടാക്കുന്ന ഫുഡിന് ഒരേ ടേസ്റ്റ് ആണല്ലോ അച്ഛ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കല്യാണത്തിന് മുന്നേ നീ ഭക്ഷണം കഴിക്കാറില്ല ഇവിടെ നിന്ന് എന്ന് ചന്ദ്ര ദേഷ്യത്തോട് കൂടി തന്നെ ചോദിക്കുന്നുണ്ട്. അവൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് ചന്ദ്ര, നീ അത് വിട്ടുകളയെന്ന് രവി പറയുന്നുണ്ടെങ്കിൽ ചന്ദ്ര ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കാൻ കേട്ടോ. ആ ഒരു സമയത്താണ് സുധി സ്വർണ്ണമൊക്കെ വിറ്റതിന് ശേഷം അകത്തേക്ക് കയറി വരുന്നത്. സുധീനെ കാണുമ്പോൾ തന്നെ ചന്ദ്ര ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കിട്ടി, 5 ലക്ഷം തന്നെ തികച്ച് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് രേവതി സ്വർണം വിറ്റ കാര്യം പറയാൻ തുടങ്ങുന്ന സമയത്താണ് സച്ചി ചോദിക്കുന്നത്, എന്താ രണ്ടുപേരും അവിടെ ഇരുന്ന് കുശുകുശുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ സംസാരിച്ചു കൂടെ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. രവി പറയുന്നുണ്ട്, എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകട്ടെ. ആ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെ നോക്കി സുധി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം സുധീനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് സുധീനെ പറഞ്ഞു വിടുന്നത്. സുധി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സുധി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കാട്ടെ. ഇത് കാണുമ്പോഴേ സുധി ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു, താൻ വലിയൊരു നഷ്ടം തന്നെ ഷോറൂമിന് വരുത്തി വെച്ചെന്ന കാര്യം ശ്രുതി അറിഞ്ഞു എന്ന രീതിക്ക് തന്നെ സുധി വേഗം ചെല്ലുകയാണ്. സുധി ചെന്നതിന് ശേഷം പറയുന്നുണ്ട്, പറ്റിപ്പോയി സുധി, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുധി എന്താ ഈ പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ മുഖഭാവം മാറുമ്പോൾ തന്നെ ശ്രുതി പൊട്ടിച്ചിരിക്കട്ടെ. എന്നിട്ട് ഓടി വന്ന് ശ്രുതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്ര ചെറിയ കാലയളവിൽ തന്നെ ശ്രുതി ഇത്രയും വലിയൊരു പ്രോഫിറ്റ് നമ്മുടെ ഷോറൂമിൽ ഉണ്ടാക്കി തരുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ഒരു ഷോറൂം ഇട്ട് തന്നപ്പോൾ തന്നെ ഞാൻ കരുതിയത് ഇതേ ലെവലിൽ ശ്രുതി എത്തുമെന്ന് പോലും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വാനോളം പുകഴ്ത്തുകയാണ് ശ്രുതി. ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് ശ്രുതിക്ക് സമാധാനമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രുതിനെ ഒന്ന് കളിപ്പിക്കുന്നതിനായിട്ട് ശ്രുതി അവിടെ ഒരു ആക്ഷൻ കാണിച്ചതാണ് കേട്ടോ. ഒരുപാട് വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും എനിക്കിത് ശ്രുതി ഇതേ രീതി വലിയൊരു ലാഭം ഷോറൂമിൽ ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രുതിക്കായിട്ട് ഞാൻ ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കവളിലേക്കായിട്ടൊരു ഉമ്മ നൽകുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇത്രയും നല്ല ഗിഫ്റ്റാണ് നീ കരുതിയത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുകയാണ്, എന്തായാലും ഈ ഒരു കാര്യം നീ ഈ വീട്ടിലെല്ലാവരും തന്നെ അറിയണം, ആദ്യം തന്നെ സച്ചി അറിയണം, അവനല്ലായിരുന്നു ഏത് സമയത്തും ശ്രുതിനെ കളിയാക്കിക്കൊണ്ട് വന്നത്, ശ്രുതി ഒന്നും അല്ലാത്തവനാണെന്ന് പറഞ്ഞ് കളിയാക്കിയാനല്ലേ, അവൻ്റെ അടുത്ത് തന്നെ ആദ്യം ചെല്ലണം എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് അത് വേണോ ശ്രുതി, ഞാൻ സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ 1 ലക്ഷം രൂപ തനിക്ക് കിട്ടിയ ഷോറൂമിൽ നിന്ന് കിട്ടിയ ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈകളിലേക്കായിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രവി പറയുന്നുണ്ട്, നിങ്ങൾ വന്നോ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും
അച്ഛൻ ഇവിടെ സുധീനെ എല്ലാവരും താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത്, സുധി മണ്ടനാണ്, വിദ്യാഭ്യാസമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ആരും ഇവരെ കളിയാക്കാറില്ല, സച്ചിയാണ് പറയുന്നതെന്ന് തന്നെ തീർത്തും തന്നെ പറഞ്ഞോളാനായിട്ട് സച്ചി പറയുന്നുണ്ട്. അതെ, നീ തന്നെയാണ് പറയാനുള്ളത് സുധി, അങ്ങനെ ഒരാളെ നീ നോക്ക്, ഇന്നത്തെ ഒരു ദിവസത്തെ ഷോറൂമിൻ്റെ ലാഭമാണ് ഈ 1,00,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ചന്ദ്രയ്ക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ചന്ദ്ര ദേഷ്യത്തോട് കൂടി തന്നെ സുധീനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് രവി വേഗം ചോദിക്കുന്നത് 1,00,000 രൂപയിൽ എങ്ങനെ ഇത്ര അധികം ലാഭം കിട്ടി ഒരു ദിവസം കൊണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കസ്റ്റമർ വന്ന് 5,00,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി അതിൽ നിന്ന് കിട്ടിയ ലാഭമാണ് ഇതെന്ന് പറയാണ് കേട്ടോ. അപ്പം തന്നെ സച്ചി പറയുന്നുണ്ട്, ഇതാണല്ലേ വലിയ സന്തോഷ വാർത്ത, എനിക്ക് എന്തായാലും സന്തോഷ വാർത്തയാണ് അച്ഛാ, ഇവർക്കൊരു ദിവസം കൊണ്ട് 1,00,000 രൂപ കിട്ടി, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു 50 ദിവസം ഇങ്ങനെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യണം, 50,00,000 രൂപ കിട്ടും. ആ ഒരു 50,00,000 രൂപ അച്ഛന് തരണം, അതാണ് ഇന്നത്തെ സന്തോഷ വാർത്ത, അതാണ് ഇവർ പറയാൻ വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ഒരു അടി കിട്ടിയ അവസ്ഥയാവുണ്ട്. വേഗം തന്നെ ശ്രുതി പറയുകയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇത് ഞങ്ങൾക്ക് ഷോറൂമിലേക്ക് ഇറക്കാനുള്ള പൈസ എന്തായാലും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ വലിയ താമസമില്ലാതെ തന്നെ 2-3 ഷോറൂമുകൾ കൂടെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും, അങ്ങനെയാണെങ്കിൽ നീ വിചാരിക്കുന്ന ലെവലായിരിക്കില്ല ഞങ്ങൾക്ക് എത്തുന്ന വരുമാനം, ഈ 50,00,000 രൂപയൊക്കെ ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ളതായിരിക്കും, അത് വേഗം തന്നെ ഞങ്ങൾക്ക് തരാനും സാധിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇത് ഭയങ്കര വീര്യത്തോടു കൂടി തന്നെ പറയുകയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഇപ്പോഴും ഒന്നും അച്ഛന് പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അങ്കിൾ ഇത് കേട്ടില്ലേ, സച്ചി ഞങ്ങളെ കളിയാക്കുന്ന കേട്ടില്ല, ഇത്രയും വലിയൊരു ബിസിനസ് ശ്രുതി നടത്തിയിട്ടും അവന് ശ്രുതിനെ കളിയാക്കാൻ നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്ന സമയത്ത് എന്തായാലും ശ്രുതി ഇക്കാര്യത്തിൽ അച്ഛന് വളരെയധികം സന്തോഷമായി, നീ എന്തായാലും നല്ല രീതിയിൽ തന്നെ ബിസിനസ് പച്ച പിടിച്ചല്ലോ, ശ്രുതിയുടെ അച്ഛൻ തന്ന പണം കൊണ്ട് നിങ്ങൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നിന്റെ പഠിപ്പെല്ലാം തന്നെ ഈ ബിസിനസ്സിലേക്ക് നീ ഇറക്കി ഉന്നതിയിലെത്തി വായോ എന്നും പറഞ്ഞുകൊണ്ട് രവി പറയാണ്ട്. ഈ ഒരു സമയത്താണ് വർഷ പറയുന്നത്, അല്ല ഇത്രയൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് സുധിയേട്ടനൊന്ന് ചെറിയ കാര്യം ചെയ്താൽ പോലും ആൻറ്റി ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്നതാണ്, ആൻറ്റിക്ക് ഇത് എന്ത് പറ്റി, ആൻറ്റി ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്ട്. പെട്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട്, അല്ല ഇവൻ നിന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു, അന്നേരം ഞാൻ ഇവനെ പുകഴ്ത്തി സംസാരിച്ചതാണ്, ഇതിപ്പോൾ എപ്പോഴും പുകഴ്ത്തേണ്ട കാര്യം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാം കേട്ടോ. എന്നിരുന്നാലും ചന്ദ്രയുടെ മാറ്റത്തിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ സച്ചിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത്, എന്നാലും അങ്ങനെയല്ലല്ലോ ആൻറ്റി കാരണമല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോറൂമിന് ലാഭം ഉണ്ടായത്, ആൻറ്റിയുടെ പേരാണ് ഞങ്ങളുടെ ഷോറൂമിന് വെച്ചിരിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന ഓരോ ലാഭത്തിനും ആൻറ്റിക്കാണ്, ആൻറ്റിയുടെ ഐശ്വര്യത്തിന് ഗുണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ചന്ദ്രനെ പൊക്കി പിടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ശ്രുതിനെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ് ചന്ദ്ര. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.